അവിടെ തുടങ്ങിക്കോ. സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. പതിപോലെ തിരുക്കുറലിന്റെ ദിവസമാണിന്ന്. ഇന്നത്തെ തിരുക്കുറൽ 86-ാമത്തെ കുറളാണ് നമ്മൾ പഠിക്കുന്നത്. 86-ാമത്തെ കുറള് പ്രധാനമായിട്ടും ക്രോധം, കോപം, റേജ് എന്ന് പറയുന്ന ആ ഒരു വിഷയമാണ്. 10 കുറളുകളായി അധികാരം 86-ല് തിരുക്കുറളുടെ 2-ാം ഭാഗം അർത്ഥപ്രകരണത്തിന്റെ രാജ്യാംഗത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കുരലുകൾ തിരുക്കുറൽ തിരുവള്ളുവർ കൃത്യമായിട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മോഹൻദാസ് സാറിനെ. മോഹൻദാസ് സാർ, യു ആർ വെൽക്കം. ഓക്കെ. മാഗ്നിഫൈ വെബ്നാറിന്റെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവരും ഒന്നുകൂടി ഈ സഹായത്തിൽ സ്വാഗതം ചെയ്യുന്നു. തിരുക്കുറളില് അധികാരം 86 ഇകൽ, ക്രോധം. അതായത് ഇത് രാജാവിന് വേണ്ടിയിട്ടുള്ള, രാജാവിന്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അല്ലെങ്കിൽ ആ സൗഹൃദ വലയത്തിലുള്ളവരുടെയും കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോഴുള്ള ഒരു അദ്ദേഹമായിട്ടാണ് കവിയുടെ പറഞ്ഞു പോകുന്നത്. അവിടെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറൈസേഷൻ ആണ് ഇവിടെ പറയുന്നത്. ആ ക്യാരക്ടർ കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അത് വിനാശ കാര്യങ്ങളെ കുറിച്ചാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് അർശന്മാരെ സംബന്ധിച്ച് അധികരിച്ചു നിൽക്കുന്ന ഭാവമാണ് ക്രോധം. ഇവിടെ രണ്ടു കൂട്ടർ തമ്മിലുണ്ടാവുന്ന അഭിപ്രായ ഭിന്നത മൂർജിച്ച് ക്രോധഭാവം കൈക്കൊള്ളുന്നു. പരസ്പര യുദ്ധത്താലും മറ്റും അത് ശക്തിയുടെയും സൈന്യത്തിന്റെയും ധനത്തിന്റെയും സമയത്തിന്റെയും എല്ലാം നഷ്ടത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു. അപ്പം എന്തുകൊണ്ട് ആ ഒറ്റ ഒരു സ്വഭാവത്തിന്റെ ഫലമാണ് എല്ലാവരും അനുഭവിക്കേണ്ടി വരുന്നത്. നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മുടെ അതായത് വളരെ വമ്പന്മായ രാജ്യങ്ങളും കൊച്ചു കൊച്ചു രാജ്യങ്ങളും തമ്മിലുള്ള ആ അഭിപ്രായ വ്യത്യാസവും ഒരാളുടെ ക്രോധം അല്ലെങ്കിൽ അവരുടെ ഒരു വ്യക്തിയുടെ ആണെന്ന് പറയാം, ഒരു വ്യക്തിയുടെ ഇഷ്ടാനുസരണത്തിലുള്ള ആ വികാരങ്ങളാണ് വളരെ വലിയ യുദ്ധത്തിലേക്ക് അവസാനിക്കുന്നത്. ഇപ്പൊ ഹമാസ് ആയാലും ഇസ്രയേലായാലും യുക്രൈൻ ആയാലും എന്നും പറയണ്ട, എല്ലാ മേഖലകളിലും ഒരു വ്യക്തിയുടെ ആ ക്രോധഭാവമാണ് നാശത്തിലേക്കും എത്രയെത്രയോ വിലപ്പെട്ട ജീവനുകളെ അപഹരിക്കുകയും ചെയ്യുന്നത്. അത് കാരണം ഈ അദ്ദേഹത്തിന് ആ ഒരു പ്രസക്തി ഈ കാലഘട്ടത്തിലും ഉണ്ടാകുന്നു. ഇത് ആരെങ്കിലും ഒരാൾ അതിലന്ന് ക്ഷമിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ആ ക്രോധഭാവം ഒന്ന് വിട്ടുമാറി എന്ന് ചിന്തിച്ചു തീർന്നെങ്കിൽ ഈ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാകത്തില്ല, ജീവഹാനിയും ഉണ്ടാകില്ല എന്ന് എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഓക്കെ. ഇകൽ എന്ത് எல்லா உயிர்க்கும் பகல் என்னும் பண்பின்மை பாரிக்கும் நோய். அதாவது எல்லா உயிர்களுக்கும் மற்ற உயிர்களோடு பொருந்தாமல் வேறுபடுதலாகிய தீய பண்பை வளர்க்கும் நோய் இகல், மாறுபாடு என்று சொல்வர் அறிஞர். അതായത് എല്ലാ ഉയർക്കും, ആദ്യത്തെ വരിയിൽ രണ്ടാമത്തെ വാക്കാണ് 2, 3. എല്ലാ ഉയർക്കും, സകല ജീവജാലങ്ങൾക്കും ഇടയിൽ. ആദ്യത്തെ വരിയിലെ 4-ാമത്തെ വാക്ക് പകൽ എന്നും. പക എന്ന് പറയുന്ന അവിടെ പകൽ എന്ന് പറഞ്ഞാൽ ഡേ ടൈം അല്ല, രാത്രിക്കെതിരായിട്ടുള്ളതല്ല. പക അവിടെയാണ്. പക എന്ന് പറയുന്ന പൺപിന്മൈ, ദുർഗുണത്തെ ബാധിക്കും, വളർത്തുന്ന നോയ്, രോഗം അല്ലെങ്കിൽ കുറ്റം. ഇകൽ എൻപ്, അതിനെയാണ് ക്രോധം തന്നെയാണെന്ന് അറിവുള്ളവർ, അഭിജ്ഞന്മാർ പറയുന്നു. അതായത് സകല ജീവജാലങ്ങൾക്കും ഇടയിൽ പക എന്ന് പറയുന്ന ദുർഗുണത്തെ വളർത്തുന്ന രോഗം ക്രോധം തന്നെയാണെന്ന് കവി പറയുന്നത്. അതായത് പരസ്പരം വിഘടിച്ചു നിൽക്കുന്ന അവസ്ഥ ക്രമേണ പകയായി മാറും, അത് ക്രോധമായി വളരും. എല്ലാ ജീവികൾക്കും പക എന്ന ദുർഗുണം മൂലം വളർന്നു ഉണ്ടാകുന്ന രോഗം തന്നെയാണ് ക്രോധം എന്ന് അറിവുള്ളവർ പറയുന്നു. ക്രോധമോ ജീവികൾക്കെല്ലാം പകയുടെ ബാധ വളർത്തുന്ന രോഗം. കവി രമേശ് നേരെ വളരെ ലഘുവായിട്ട് തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. ക്രോധമോ ജീവികൾക്കെല്ലാം
പകയുടെ ബാധ വളർത്തുന്ന രോഗം. ആ രോഗം അങ്ങനെ പെട്ടെന്നൊന്നും എന്ന് പറഞ്ഞ പോലെ ചികിത്സിച്ച് മാറ്റാൻ പറ്റത്തില്ല. അവർ സ്വയം വിചാരിച്ചാൽ മാത്രമേ ആ ക്രോധഭാവം അവരിൽ നിന്നും മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. ഓവർ. എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. ക്രോധം അല്ലെങ്കിൽ വിദ്വേഷം. ഈ അധ്യായം വിദ്വേഷം സൂക്ഷിക്കുന്നതിനെതിരെയുള്ള ഒരു ആഴത്തിലുള്ള മുന്നറിയിപ്പായി വർത്തിക്കുകയും സമാധാനം നിലനിർത്തുന്നതിന് ആവശ്യമായ ശക്തിയെ ഊന്നി പറയുകയും ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ് അത്തരത്തിൽ. കാരണം ഇത് വ്യക്തികൾക്കും നമ്മുടെ മോഹൻസാരിപ്പ് പറഞ്ഞതുപോലെ രാജ്യങ്ങൾക്കും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ കുടുംബ പ്രശ്നങ്ങൾ, നാട്ടിലുള്ള പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പാർട്ടിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് വളരെ കൃത്യമായി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ മനുഷ്യര് തമ്മിലുള്ള വിദ്വേഷമാണ്. ബന്ധം തകർന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമാണ്. ആദ്യ മാതാപിതാക്കളായ ആദവും ഹവ്വയും അവരുടെ ദൈവവുമായിട്ടുള്ള ബന്ധം തകർന്നു. അതിലൂടെ മനുഷ്യ ബന്ധവും തകർന്നു. അങ്ങനെ ആ കുടുംബം തകർന്നു, ആ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം തകർന്നു, ദൈവവുമായിട്ടുള്ള ബന്ധം തകർന്നു. ഇങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് തന്നെയാണ് ഞാൻ ഈ അടുത്ത നാളില്, ഇത് തെരഞ്ഞെടുപ്പിന്റെ കാലമാണല്ലോ, നമ്മുടെ ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികളുടെയും പിറവിയും ചരിത്രവും ഒക്കെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നത് കൊണ്ട് കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ഈ വ്യക്തികൾ തമ്മിലുള്ള, അല്ലാതെ അതിൻ്റെ അകത്തൊന്നും പലതിലും ഒരു ആശയപരമായ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. പലപ്പോഴും വ്യക്തിപരമായിട്ടുള്ള ഈ സ്പർദ്ധയാണ് ഈ പാർട്ടികളുടെ പലതിൻ്റെയും പിളർപ്പിന്റെ കാരണമായി തീർന്നിട്ടുള്ളത്. ബന്ധം തകർന്നു കഴിയുമ്പോൾ പിന്നെ കാണിക്കുന്ന പരിപാടികളിൽ ഒന്നാണ് രാഷ്ട്രീയ പാർട്ടികളിൽ ഈ പിളർപ്പ് ഒരു ഹരമാക്കിയിരിക്കുന്ന ചില പാർട്ടികളുണ്ട്. അവിടെയും നമുക്കെടുത്ത് കാണുവാൻ സാധിക്കും. അവരൊക്കെ ഒരു വ്യത്യാസവും ഇല്ല. ഇത് തന്നെ മതങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ഉള്ള വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ വീടുകളിൽ ഇന്ന് ഇത്രമാത്രം കൗൺസിലർമാർക്കും ഒക്കെ പ്രാധാന്യം സിദ്ധിക്കുന്നതും ഈ ബന്ധ തകർച്ച ഉള്ളത് കൊണ്ട് കൂടിയാണ്. അതുകൊണ്ട് ഈ ബന്ധം അറ്റുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സംശയത്തിന്റെ ക്രോധത്തിന്റെ ഒക്കെ തന്നെ വിത്ത് പാകിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മുക്തി നേടുക വളരെ പാടാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പാഠം, ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന ആദ്യം തന്നെ ഇതിന്റെ ഒരു നിർവചനമാണ്. എല്ലാ ജീവജാലങ്ങളുടെയും ഇടയിൽ ഐക്യം തകർക്കുന്ന ഒരു ശത്രുബാധയാണ് ഈ ക്രോധം എന്ന് പറയുന്നത്. ഒരു ബാധയാണ്. നമ്മൾ ഈ പക്ഷിപ്പനി എന്നൊക്കെ കേൾക്കുന്നത് പോലെ, പക്ഷിപ്പനി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ചെയ്യുന്ന പരിപാടി കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് കള്ളിങ്ങ, കൂട്ടത്തോടെ കൊന്നേക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ബാധ അല്ലെങ്കിൽ പകർച്ചവ്യാധി എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിഹാരം ഇല്ലാത്ത പ്രശ്നം ആയിട്ടത് മാറുന്നു. ഭിന്നത ഉണ്ടാക്കുകയും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്താലും ദ്രോഹം മനസ്സിൽ സൂക്ഷിക്കുകയോ പകരം വേദന വരുത്താതിരിക്കുകയോ ചെയ്യുന്നതാണ് നല്ലത്. അതാണ് നല്ല പ്രതികരണമെന്ന് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കും. അതുപോലെ വിദ്വേഷമില്ലാതെ ജീവിച്ചാൽ അതിനൊരു വലിയ മൂല്യമുണ്ട്. ആ വിദ്വേഷത്തിന്റെ വേദനാജനകമായ രോഗത്തിൽ നിന്ന് നമ്മൾ മോചിതനായാൽ നമുക്ക് അനന്തവും ശാശ്വതവുമായ പ്രശസ്തി ലഭിക്കുമെന്നാണ് പറയുന്നത്. ഐക്യത്തിന് ഒരു വലിയ സന്തോഷമുണ്ട്.
വിദ്വേഷത്തിന്റെ സഹനം നശിപ്പിക്കപ്പെടുമ്പോൾ, അതായത് വിദ്വേഷം ഇല്ലാതാക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം ലഭിക്കും എന്നുള്ളതാണ്. ധൂർത്തപുത്രന്റെ ഉപമയിലൊക്കെ നമ്മൾ ബൈബിളിൽ അത് കാണുവാൻ സാധിക്കും. അവിടെ ഒരു വെറുപ്പും തോന്നിയില്ല അപ്പന്. അതുകൊണ്ട് മടങ്ങി വരവ് വലിയ ആഹ്ലാദത്തിൻ്റെതായി, സന്തോഷത്തിൻ്റെതായി. ശത്രുതയില്ലാതെ പെരുമാറുന്നവർക്കാണ് വിജയമുണ്ടാകുക, അഥവാ അവരെ മറ്റാർക്കും കീഴടക്കാനായിട്ട് സാധിക്കുകയില്ല എന്നും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 851 ഖുർആനിൽ മാത്രമായി നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഇകലെൻപ എല്ലാ ഉയിർക്കും പകലെന്നും പിന്മൈ പാരിക്കും നോയ്. ക്രോധമോ ജീവികൾക്കെല്ലാം പകയുടെ ബാധ വളർത്തുന്ന രോഗം. എല്ലാ ജീവജാലങ്ങളെയും ബാധിക്കുന്ന രോഗത്തെയാണ് വിഭജനപരമായ എതിർപ്പും വേർപിരിയലും ഉണ്ടാക്കുന്നത്. അതിനെയാണ് ക്രോധം എന്ന് വിളിക്കുന്നത്. ജീവജാലങ്ങളോടുള്ളിൽ ദയ തോന്നാതിരിക്കുകിൽ തദ്രോഗത്തിന്റെ പേർ മാറ്റമെന്ന് ചൊല്ലുന്നു പണ്ഡിതർ. ഓവർ. Quran 8:51. Disease affecting every being, making divisive opposition and separation is called rage. Quran 851. ഇകലെൻപ എല്ലാം ഉയിർക്കും പകലെന്നും പിന്മൈ പാരിക്കും നോയ്. Quran 882. നമ്മുടെ ഈ അധികാരത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇകൽ എന്ന വാക്കിന് ഈ കായിൽ അതിന് പ്രാസം ഒപ്പിച്ചാണ് അല്ലെങ്കിൽ ഉപമയായിട്ടാണ് കവി എല്ലായിടങ്ങളിലും പക എന്ന് പറയുന്നതിന് പകരം പകൽ എന്ന് പറയുന്നത്. അവിടെ പകൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സുപരിചിതമായ ഡേ അല്ല. ഇവിടെ പക ഇല്ല. അവിടെ സാധാരണ ഇതിൽ അതിൽ ചേർന്ന് വരുന്ന ഒരു അക്ഷരം എന്നത് മാത്രം എടുത്തുകൊണ്ടാൽ മതി. അപ്പൊ ഇകൽ എന്ന് പ്രാസത്തിന് ഒപ്പിച്ചാണ് പകൽ എന്ന് എടുക്കുന്നത്. ശരിക്കും പകൽ എന്ന് പറയുന്നത് പക. അടുത്ത കുറളിലും ആദ്യം വരുന്ന വാക്ക് അത് തന്നെയാണ്. ഒന്നാമത്തെ കുറളില് 851 അവസാനത്തെ ആദ്യ വരിലെ അവസാനത്തെ വാക്ക് വന്നത് പകലെന്നും, അവിടെയും പക എന്നുള്ള മീനിങ്ങാണ് എടുത്തത്. ഇവിടെ രണ്ടാമത്തെ കുറളില് ആദ്യത്തെ വാക്ക് തന്നെ പക കരുതി പറ്റാ ചെയ്യനും ഇകൾ കരുതി ഇന്നാ ചെയ്യാമേ തലേ. അവിടെ നമ്മൾ ആ ഇല്ല സൈലന്റ് ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി അർത്ഥം നമുക്ക് മനസ്സിലാകും. ഒരുവൻ തന്നോട് പൊരുന്താമൽ വേറുപെടുതലെ കരുതി അൻപില്ലാതെ പറ്റി ചെയ്താലും താൻ ഇകൾ കൊണ്ട് അവനുക്ക് തുன்பം ചെയ്യാതിരുത്തൽ സിറന്തത്. അതായത് പകൽ തന്നോട് വിദ്വേഷം, ആ പക കരുതി ഭാവിച്ച് പറ്റാ വിരോധ പ്രവർത്തികൾ ചെയ്യുന്നവരോട് പോലും അങ്ങോട്ട് ഇകൽ ശത്രുത കരുതി ഭാവിച്ച് ഇന്ന ദുഃഖമുണ്ടാകുന്ന യാതൊന്നും ചെയ്യാതിരിക്കുക എന്ന് തന്നെയാണ് തലൈ ശ്രേഷ്ഠം. അതായത് തന്നോട് വിദ്വേഷം ഭാവിച്ച് വിരോധ പ്രവർത്തികൾ ചെയ്യുന്നവരോട് പോലും അങ്ങോട്ട് ശത്രുത ഭാവിച്ച് ദുഃഖമുണ്ടാക്കുന്ന യാതൊന്നും ചെയ്യാതിരിക്കുക എന്നത് തന്നെയാണ് ശ്രേഷ്ഠം. ഒരുവൻ നമ്മോട് ഭിന്നിക്കുകയും തുടർന്ന് ദ്രോഹിയുമാണ് എന്നിരിക്കട്ടെ, ആ അവസ്ഥയിലും ക്രോധം കൊണ്ട് പ്രതികാരത്തിന് ഒരുമ്പെടാതിരിക്കുകയാണ് നല്ലത്. ഓവർ. ജോർജ് സാറേ പറഞ്ഞു. താങ്ക് യു സർ. ഗുഡ് ഈവനിങ് ടു ഓൾ. തിരുക്കുറൽ പാർട്ട് 2, ചാപ്റ്റർ 86, റേജ്. കുറൽ 852. പകൽ കരുതി പറ്റ ചെയ്യനും
ഇകൽ കരുതി ഇന്ന ചെയ്യാമായി തലൈ. If one hurts on opposition, not doing wrong on rage against him is better. This Quran advises that even if enemies act out of malice to cause distress, the highest virtue is to not retaliate with similar harmful actions. It teaches that refraining from revenge is superior to causing harm, aiming to resolve conflict rather than escalating it. This Quran emphasizes that not returning evil for evil causes the malice to naturally die out on its own, whereas returning it only ensures further hostility and sorrow. Explanation. When someone, due to lack of love or due to envy, does something that causes you pain or tries to break ties, the ultimate act of goodness is to refrain from doing them any harm in return. പകൽ കരുതി പറ്റ ചെയ്യനും ഇകൽ കരുതി ഇന്ന ചെയ്യാമായി തലൈ. താങ്ക് യു സർ. ഓവർ. കുറൾ 852. പകൽ കരുതി പറ്റാ ചെയ്യനുമികൽ കരുതി ഇന്ന ചെയ്യാമേ തലൈ. കുറൾ 853. മോഹൻദാസ് സാർ അൺമ്യൂട്ട് ചെയ്യും. തിരുവള്ളുവർ വീണ്ടും സമർത്ഥിക്കുകയാണ്, ഈ ഒരു കാര്യം ചെയ്യാം. ഈ പക എന്ന് പറയുന്നത്, വിദ്വേഷം എന്ന് പറയുന്നത്, ക്രോധം എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം തന്നെ ഒരു മാറാ രോഗമാണ്. ആ രോഗത്തിന് നിന്നിൽ നിന്ന് മൊത്തത്തിൽ അങ്ങ് അതിന് ഒഴിച്ചു വിട്ടേക്ക്. എങ്കിൽ നിനക്ക് എന്താ പറഞ്ഞത്, സമ്പത്ത് അല്ലെങ്കിൽ ധനം ഇതിനെടുക്കാൻ ഉപരിയായിട്ടുള്ള ഒരു നന്മയായിരിക്കും വന്ന് ചേരുന്നത് എന്ന് പറയുന്നത്. ഇകൽ എന്നും എവ്വ നോയ് നീക്കിൻ തവലില്ല താവിൻ വിളക്കം തരും. ഒരുവൻ ഇകൽ என்று சொல்லப்படும் துன்ப நோயை நீக்கிவிட்டால் அது அவனுக்கு அழிவில்லாத நிலையான புகழை கொடுக்கும். വേഡ് ബൈ വേഡ് മിനി നോക്കാം. ഒരുവന് ഇകൽ എന്നും ക്രോധം എന്ന് പറയുന്ന യവ്വം ദുഃഖകരമായ നോയ് രോഗത്തെ നീക്കിൻ തൻ്റെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ അത് തവലില്ല, ഒരു നാളും അഴിവില്ലാത്ത, താവിൽ ഒരിക്കലും കെടാത്ത വിളക്കം പുകഴിനെ തരും, നൽകും. അതായത് ഒരുവൻ ക്രോധം എന്ന് പറയുന്ന ദുഃഖകരമായ രോഗത്തെ തൻ്റെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ അത് ഒരു നാളും അഴിവില്ലാത്ത, ഒരിക്കലും കെടാത്ത പുകഴിനെ നൽകും. അതായത് ഉള്ളത്തിൽ നിന്ന് ക്രോധമാകുന്ന കടുത്ത രോഗത്തെ ഒഴിച്ചു നിർത്തുന്നവർക്ക് ഒരിക്കലും അഴിയാത്ത സൽപ്പേര് ഉണ്ടാകും. ക്രോധമുള്ളവർക്ക് കീർത്തി ഉണ്ടാകുന്നില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ, കോപം എന്ന മഹാരോഗം മാറ്റിയാൽ അത് അനശ്വരമായ കീർത്തി നൽകും. ഓവർ. Qural 853. If marrying malady of rage is eradicated, it gives eternal fame. ഇകലെന്നും ഇവനോയ് നീക്കിൽ തവലില്ലാത്തായും വിളക്കം തരും. ഖുറൽ 854. വീണ്ടും കവി അത് തന്നെയാണ് കുറച്ചുകൂടി ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇൻപത്തിൽ ഇൻപം പയക്കും ഇകൽ എന്നും തുன்பത്തിൽ തുன்பം കെടീൻ. അതായത് ആദ്യത്തെ വരയിലെ
അവസാനത്തെ വാക്കെടുക്കുകയാണ് വീണ്ടും. ഇകൽ എന്നും ക്രോധം എന്ന രണ്ടാമത്തെ ഒരു ആദ്യത്തെ വാക്ക്. തുன்பങ്ങളിൽ വെച്ച് തുன்பം, രണ്ടാമത്തെ വാക്ക് തുன்பം. കഠിനമായ തുன்பം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വിഷമം അല്ലെങ്കിൽ നാശം. കെടിൻ, ഒരുവന്റെ ഉള്ളിൽ സ്വയം ഇല്ലാതെ ആവുകയാണെങ്കിൽ, അതായത് ഏറ്റവും കഷ്ടവും നികൃഷ്ടമായ ഒന്നാണ് ഈ ക്രോധം. എല്ലാ തുன்பങ്ങളിലും എല്ലാ വിഷമങ്ങളിലും എല്ലാ ബുദ്ധിമുട്ടുകളിലും വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ് ഈ ക്രോധം. അതിനെ അവൻ ഒഴിവാക്കുകയാണെങ്കിൽ എന്നുള്ളതാണ് അത് പറയുന്നത്. ക്രോധം എന്ന തുன்பങ്ങളിൽ വെച്ച് കഠിനമായ തുன்பം ഒരുവന്റെ ഉള്ളിൽ സ്വയം ഇല്ലാതാവുകയാണെങ്കിൽ അത് തുன்பത്തിന് വിപരീതം ഇമ്പമാണ്. ഇമ്പത്തിൽ പലവിധമായ ഇമ്പങ്ങളിലും വെച്ച് ഇമ്പം, മികച്ചതായ ഇമ്പത്തെ മനസുഖത്തെ പയക്കും ഫലമായി നൽകും. അതായത് തുன்பം മാറി അവന് ഇമ്പം ഉണ്ടാകും, സുഖം ഉണ്ടാകും. ഈ ഒറ്റ സ്വഭാവം അല്ലെങ്കിൽ ആ ക്രോധം അവന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തന്നെ എടുത്തു കളയുകയാണെങ്കിൽ, ക്രോധമാകുന്ന കടുത്ത ദുഃഖത്തെ ഉള്ളിൽ നിന്ന് ഒഴിച്ചു നിർത്തുന്നവർക്ക് അളവറ്റ പരമാനന്ദം അനുഭവിക്കാൻ കഴിയുന്നു. ആരോടും അവർക്ക് ഭിന്നത ഇല്ലായകയാൽ അവരും ആരുടെയും ശത്രു ആകുന്നില്ല. ഇമ്പത്തിൽ ഇമ്പം പൊലിഞ്ഞിടും ക്രോധമാം തുன்பം ഒഴിഞ്ഞാൽ. രമേശ് പറഞ്ഞത് ഇങ്ങനെയാണ്: ക്രോധമാം തുன்பം ഒഴിഞ്ഞാൽ ഇമ്പത്തിൽ ഇമ്പം പൊലിഞ്ഞിടും. ഒന്നുകൂടി പറയുകയാണെങ്കിൽ, കോപം എന്ന ദുഃഖങ്ങളിൽ വച്ച് ഏറ്റവും ദുഃഖം നശിച്ചാൽ ആനന്ദത്തിൽ മികച്ച പരമാനന്ദം ഉണ്ടാകും. ഓവർ. ജോർജ് സാർ അഡ്മിറ്റ് ചെയ്യും. Sorry, sir. Kural 854. ഇൻപത്തുൾ ഇൻപം പയക്കും ഇകലെന്നും തുൻപത്തുൾ തുൻപം കെടിൻ. If anger extreme, sorrow amidst all sorrows finishes. Bliss amid all delights comes. This Kural states that eradicating hatred, which is the greatest form of misery, brings the ultimate joy. The verse implies that letting go of enmity and conflict leads to profound happiness, as removing the worst cause of suffering is in itself the highest pleasure. Hatred is considered the O of O's. Once this, the most profound cause of suffering, is destroyed, the result is the joy of joys. Core message: the destruction of hatred is the supreme pleasure. ഇൻപത്തുൾ ഇൻപം പയക്കും ഇകലെന്നും തുൻപത്തുൾ തുൻപം കെടിൻ. താങ്ക് യു സർ. ഓവർ. കുരൾ 884. ഇൻപത്തുൾ ഇൻപം പയക്കും ഇകലെന്നും തുൻപത്തുൾ തുൻപം കെടിൻ. കുരൾ 885. അടുത്തത്: இகல் எதிர் சாய்ந்தொழுக வல்லாரை யாரே மிகுல் ஊக்கும் தன்மையவர். இகலை எதிர்த்து நிற்காமல் அதன் எதிரை சாய்ந்து நடக்க வல்லவனை வெல்ல കരുതുகின்ற ആറ്റൽ ഉടയവർ യാർ. ഇനി അടുത്ത് പറയാണ്, നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞത് വളരെ വിഷമങ്ങളിലേക്ക് ഏറ്റവും വിഷമമേറിയ ആ പകയെ അല്ലെങ്കിൽ വിദ്വേഷത്തെ മനസ്സിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അതിന് കിട്ടാവുന്നത് പരമാനന്ദം. അതേപോലെ അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ഒരാളുടെ ആ പകയ്ക്ക് എതിരായിട്ടുള്ള ഭാഗത്തോട്ട് നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ആ വ്യക്തിത്വമുള്ള ഒരാളെ ജയിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് കവി നമ്മളോട് ചോദ്യം ചോദിക്കുക. ഈഗൽ ഇത് സാഴ്ന്നൊഴുക വല്ലാതെ ഏറെ മികലൂക്കും തന്മയവർ.
ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്യം ഈഗൽ. ക്രോധത്തിന് എതിർ സാய்ந்து നേരെ വിപരീതമായ സമ്പ്രദായങ്ങളോടെ ഒഴുകുവാറേ ജീവിക്കുന്നവരെ. രണ്ടാമത്തെ ആദ്യ വാക്യം മികലൂക്കും വെല്ലുവാൻ ഒരുമ്പിടുന്ന തന്മയവർ പ്രാപ്തി ഉള്ളവരായി ആരുണ്ട്. അതായത് ക്രോധം തീണ്ടാത്ത മനോഭാവം ഉള്ളവരെ തോൽപ്പിക്കുവാൻ കഴിവുള്ളവരായി ആരുമില്ല. അദ്ദേഹം ഏവർക്കും പ്രിയങ്കരനായി കഴിയുന്ന അത്തരമൊരാൾ ഈ മണ്ണിൽ അജാത ശത്രു തന്നെ. അത്രയ്ക്കും ബലവാനാണ്. അവന്റെ മനസ്സിന് അത്രയ്ക്കും ഒരു ആത്മബലമുണ്ട്. അവന്റെ ആ ബലത്തിൽ ആർക്കും എതിർത്ത് നിൽക്കാൻ സാധിക്കുകയില്ല. കാരണം അദ്ദേഹത്തിന് ദേഷ്യമോ വിദ്വേഷമോ ക്രോധമോ ഒന്നും അങ്ങനെ ഇല്ല. അയാളുടെ മനസ്സിൽ അത്രയ്ക്ക് വളരെ പ്രസിദ്ധമായ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം കഴിയുന്നത്. അതാ പറഞ്ഞിരിക്കുന്നത്. ക്രോധത്തിനെതിരായി ചരിപ്പോരെ വെല്ലുവാൻ ആരുള്ളൂ പ്രാപ്തരായി മണ്ണിൽ എന്ന് കവി രമേശൻ നായർ നമ്മളോട് തന്നെ ചോദിക്കുകയാണ്. ക്രോധത്തിനെതിരായി ചരിപ്പോരെ വെല്ലുവാൻ ആരുള്ളൂ പ്രാപ്തരായി ഈ മണ്ണിൽ. ഓവർ. കുരൽ 855. ഇകലെതിർ ചായുന്നതൊഴുക വല്ലാരൈ യാരെ മികലുക്കും തന്മൈ എവർ. Which great men are there capable to keep equanimity without bidding to conquer and win rage. This Quran emphasizes that individuals who possess the strength to avoid enmity and refrain from hatred are invisible, as no one can truly conquer those who do not harbor malice. It highlights that cultivating a peaceful, non-hostile nature is a powerful form of self-defense and emotional strength. Detailed meaning. Tiruvallur points out that enmity is often self-perpetuating. However, a person who deliberately avoids conflict, refuses to harbor hatred, and steers clear of hostile actions becomes practically unconquerable. This peaceful disposition disarms potential enemies, making it difficult for anyone to harm them or win against them. ഇകലെതിർ ചായുന്നതൊഴുക വല്ലാരായി യാരെ മികലുക്കും തന്മായി എവർ. താങ്ക് യു സർ. ഓവർ. കുരൽ 856. மிகல் இனிது என்பவன் வாழ்க்கை അവലും കിടലും നനിത്ത്. അതായത് ഈ വിദ്വേഷം, പക, ക്രോധം എന്ന് പറയുന്ന ആ സ്വഭാവ ഗുണം മേന്മയുള്ളതാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ കഴിയുന്ന ഒരുവന് അവന്റെ ആ സ്വഭാവം കൊണ്ട് എന്താണ് സംഭവിക്കുന്നു എന്നാണ് കവി അടുത്ത കുറലിൽ പറയുന്നത്. மிகலினது என்பவன் வாழ்க்கை தவலும் கிடலும் நனித்து. இகல் கொள்வதால் வெல்லுதல் இனியது என்று கருதுகின்றவனுடைய வாழ்க்கை தவறி போதலும் അഴുതലും വിരവിൽ ഉള്ളനവാം. അവൻ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പത്തിലുള്ള ജീവിതമല്ല അവന് നൽകുന്നത്. പക്ഷേ നേരെ മറിച്ച് ഉള്ള ജീവിതമാണ് അവന് നൽകുന്നതെന്ന് കവി പറയുന്നുണ്ട്. നമുക്ക് എടുക്കാം, ഓരോന്നിട്ട് നോക്കാം. ആദ്യത്തെ ഭാഗം ഈഗലിൻ അന്യരോട് ക്രോധം പുലർത്തുന്നത് മാത്രമാണ് മികൽ തൻ്റെ കരുത്ത് എന്നും ഇനിത് ആ നയം തന്നെയാണ് തനിക്ക് മധുരമായിട്ടുള്ളത് എന്നും என்பவൻ വിശ്വസിക്കുന്നവന്റെ വാഴ്ക്കை ജീവിതം
തവലും നിലവിടുന്നതും കെടലും ശൂന്യമാവലും ഒക്കെ നനുത്ത് ക്ഷണനേരം കൊണ്ട് കഴിയും. അന്യരോട് ക്രോധം പുലർത്തുന്നത് മാത്രമാണ് തന്റെ കരുത്തെന്നും ആ നയം തന്നെയാണ് തനിക്ക് മധുരമായിട്ടുള്ളത് എന്നും വിശ്വസിക്കുന്നവന്റെ ജീവിതം നിലവിടുന്നതും ശൂന്യമാവലും ഒക്കെ ക്ഷണനേരം കൊണ്ട് കഴിയും. ക്രോധം എന്ന ദുർഗുണം തനിക്ക് മറ്റവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനും അവർക്ക് തൻ്റെ മേലുള്ള ഭയഭക്തി ബഹുമാനങ്ങൾ കെടാതെ നിലനിർത്തുവാനും പറ്റിയ ഒരു ഉപാധിയാണ് എന്ന് തെറ്റിദ്ധരിച്ച് അതൊരു ശീലമായി കൊണ്ടു നടക്കുന്ന മൂഢന്മാരുടെ ജീവിതം ക്ഷണനേരം കൊണ്ട് പാഴായി നശിച്ച് പോകുന്നു. ക്രോധം കരുത്തായി മധുരമായി കാൺമോന്റെ വാഴ്വ് പാഴാകുന്നു ശീക്രം. ക്രോധം കരുത്തായി മധുരമായി കാൺമോന്റെ വാഴ്വ് പാഴാകുന്നു ശീക്രം. ഓവർ. Life of one thinking victory good out of reach will pollute and perish soon. കുറൾ 886. ഇകലിൻ മികലിനി തെൻപവൻ വാഴുകൈ തവലും കെടലും നണിത്തു. കുറൾ 857. സാറേ അഡ്മിറ്റ് ചെയ്യും. നാരായണ സാർ അഡ്മിറ്റ് ചെയ്യും. ഓക്കെ. மிகல் மேவல் மெய்ப்பொருள் காணார் இகல் மேவல் இன்னா அறிவினவர். இகலை விரும்புகின்ற ஈய அறிவை உடையவர் வெற்றி பொருந்துதலுக்கு காரணமான உண்மை பொருளை അറിയ മാട്ടാർ. ഇനി അടുത്ത കവി പറയുന്നു, നിനക്ക് ഇഷ്ടം ആ പക വിദ്വേഷം ക്രോധമാണെങ്കിൽ നിനക്ക് അതിന് എതിരായിട്ടുള്ള അർത്ഥം വരുന്നതിനെ കുറിച്ച് ഒന്നും അറിയില്ല, നീ ഒരു മൂഢനാണ് എന്നുള്ള രീതിക്കാണ് കവി അടുത്ത് പറയുന്നത്. ഇകൽ മേവൽ ക്രോധത്തോട് ഇടപെടുന്നതിലുള്ള താല്പര്യം മൂലം ഇന്ന ദുഃഖകരമായ പ്രവർത്തികൾ ചെയ്യുന്ന അറിവിനവർ ആ വിവേകികൾ മികമേവ വിദ്യ നൽകുന്ന മെയ്പ്പൊരുൾ തത്വങ്ങളെ കാണാർ കണ്ടറിയാത്തവരാകുന്നു. ക്രോധത്തോട് ഇടപെടുന്നതിലുള്ള മൂലം ദുഃഖകരമായ പ്രവർത്തികൾ ചെയ്യുന്ന മികമേവ വിദ്യ നൽകുന്ന തത്വങ്ങളും കണ്ടറിയാത്തവരാകുന്നു. ജയകരം തത്വം കണ്ടറിയില്ല ക്രോധ ഇടർ അഭിവിജയത്തെ മാർഗം ആചരിച്ചു. സാറ് കട്ടായി പോലെ ജോർജ് സാറേ. ഓക്കെ. ജോർജ് സാർ ഒന്ന് വായിക്കും. അൺമ്യൂട്ട് ചെയ്തു. കുറൾ 857. മലയാളം അല്ലേ സർ? മലയാളം ഇംഗ്ലീഷും വായിച്ചു. ജയകരം തത്വം കണ്ടറിവീല ക്രോധത്താൽ ഇടർ ചെയ്യും അവിവേക മാർന്നോർ. വിക്കറ്റ് who regard anger as victory don't know truth behind possibility of victory. മികൻ മേവൽ മെയ്പ്പൊരുൾ കാണാർ ഇകൽ മേവൽ ഇന്ന അറിവിനവർ. താങ്ക് യു സർ. ഓക്കെ. നെക്സ്റ്റ് 858.
നേരത്തെ നമ്മളൊരു കവി ഒന്ന് പറഞ്ഞു, അതായത് ഇകൽ ക്രോധത്തിന് എതിരായി സഞ്ചരിക്കുന്നവർക്ക് നന്മയുണ്ടാകും എന്നുള്ളത് പറഞ്ഞത്. അതേ രീതിക്ക് തന്നെയാണ് ഇവിടെ വീണ്ടും ഒന്ന് ആവർത്തി പറയുന്നുണ്ട്. ഇകലിർക്ക് എതിർ സായുധൽ ആക്കം, അതിനെ മികലൂക്കിൻ ഊക്കുമാം കേട്. ഇകലുക്ക് എതിരെ സാய்ந்து നടത്തൽ ഒരുവനുക്ക് ആക്കമാകും, അതിനെ എതിർത്ത് വെല്ല കരുതിനാൽ കേട് അവനിടം വര കരുതും. അതായത് ഇപ്പം വിദ്വേഷത്തിന് എതിർത്ത് അതിന്റെ എതിരായ പാതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അവന് നന്മ ഉണ്ടാകും. അതല്ലാതെ അതിനെ എതിർത്ത്, ക്രോധത്തിനെ എതിർത്ത് അതിനെ തോൽപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ വീണ്ടും അവന് കേട് വന്ന് ചേരും എന്നാണ് കവി. അതിനെ നിയന്ത്രിച്ച് എതിർ ദിശയിലേക്ക്, ആക്ഷോഭതയിലേക്ക് മനസ്സിനെ നയിക്കൽ ആക്കം ഒരുവന് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നു. അതേസമയം നിഴൽ ഊക്കിൻ ആ ക്രോധത്തെ ശക്തമായി ആശ്രയിക്കുന്ന പക്ഷം ഊക്കുമാം കേട്, വർദ്ധിച്ച കേട് തന്നെയാണ് ഫലം. അതായത് ക്രോധത്തിന് വശംവദനാകാതെ ഒഴിഞ്ഞു നിൽക്കുന്ന സംസ്കാരം മതിയായ ഒരുവന് മേൽക്കുമേൽ ഐശ്വര്യമുണ്ടാകുന്നു. മറിച്ച് ക്രോധത്തിന്റെ ശക്തിയിൽ വിശ്വസിച്ച് ആളിക്കത്തുന്ന ഒരുവൻ എത്രയും പെട്ടെന്ന് നാശത്തിൽ കെട്ടടങ്ങുന്നു. ആ അഗ്നിയെ പോലെയാണ് ആ ക്രോധം. അതിനെ വളർത്തുകയും ഇത് ചെയ്താൽ ആ അഗ്നിയിൽ തന്നെ നിന്റെ നാശം ഉണ്ടാകും എന്ന് കവി തറപ്പിച്ച് പറയുന്നു. പോവാ സാറേ, ഞാൻ വായിക്കാം സാർ. ഓക്കെ. It is better to ignore anger if reacting result is destruction. ഇക്കളിക്കെതിർ ചായ്ത്താൽ ആക്കം അതത്നെ മികലുകിൽ ഉക്കുമാം കേടു. സർ, ഓവർ. ഓക്കെ. കുറൾ 889. ഇകൽ കാണാൻ ആക്കം വരുങ്കാൽ അതിനെ മികൽ കാണും കേട് തരർക്ക്. ഒരുവൻ തനക്ക് ആക്കം വരുമ്പോൾ ഇകിലെ കരുത മാട്ടാൻ, തനക്ക് കേട് തരുവിത്ത് കൊള്ളുമ്പോൾ അതിനെ എതിർത്ത് വെല്ല കരുതുവാൻ. അതായത് ഇകൽ കാണാൻ ആക്കം വരുങ്കാൽ അതിനെ മികൽ കാണും കേട് തരർക്ക്. ആദ്യത്തെ വരയിലെ രണ്ടാമത്തെ വാക്ക് മൂന്നാമത്തെ വാക്ക്. ആക്കം വരുങ്കാൽ ഐശ്വര്യ സമൃദ്ധികൾ ഉണ്ടാവുമ്പോൾ, ഇനി ആദ്യത്തെ വരയിലെ ആദ്യത്തെ വാക്ക് ഇകൽ ക്രോധം കാണാൻ ഉണ്ടാകുന്നില്ല, അതിനുള്ള കാരണങ്ങളും ഇല്ലല്ലോ. എന്നാൽ രണ്ടാമത്തെ വരിയിലെ അവസാനത്തെ വാക്ക് കേട് തരർക്ക്, തനിക്ക് അധപതനം ഉണ്ടാവുമ്പോൾ മനോനിയന്ത്രണം വിട്ട് അതനെ ആ ക്രോധത്തെ തന്നെ മികൽ കാണും ശക്തിയായി അവൻ കരുതും. അതായത് ഒരുവന് ഐശ്വര്യ സമൃദ്ധികൾ ഉണ്ടാവുമ്പോൾ ക്രോധം ഉണ്ടാക്കുന്നില്ല, അതിനുള്ള കാരണങ്ങളും ഇല്ലല്ലോ. അവന് വളരെ മനസ്സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി എല്ലാ ഐശ്വര്യങ്ങളും ഉള്ള ഒരു മനുഷ്യനായിട്ട് ജീവിക്കുന്നുണ്ട്. എന്നാൽ തനിക്ക് അധപതനം ഉണ്ടാവുമ്പോൾ, അതായത് മനോനിയന്ത്രണം വിട്ട് ആ ക്രോധത്തെ തന്നെ ശക്തിയായി അവൻ കരുതും. ഐശ്വര്യ സമൃദ്ധികൾ ഉണ്ടാകുന്ന കാലത്ത് തക്ക കാരണങ്ങൾ ഉണ്ടായിരുന്നാൽ പോലും ഒരുവന്റെ മനസ്സിൽ ക്രോധം അങ്കുരിക്കുന്നില്ല. ക്രോധമില്ലാത്തവർ കാണല്ലോ നന്മ ഉണ്ടാകുന്നത്. എന്നാൽ അധപതന കാലത്ത് യാതൊരു കാരണവും ഇല്ലെങ്കിൽ പോലും ക്രോധം ഉണ്ടാവുന്നു. അത് കൂടുതൽ നാശത്തിന്
കാരണമാവുകയും ചെയ്യുന്നു. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് രമേശൻ നാഥ് സാറ് അതിന് നല്ലൊരു എന്താ പറഞ്ഞാല് പഴമൊഴി ചെയ്യുന്നുണ്ട്. വിനാശകാലെ വിപരീത ബുദ്ധി. പോവാൻ Sir, Then, sir, while prosperity comes, anger is absent. Whereas poverty strikes to face it, anger arrives. ഇകൾ കാണാൻ ആക്കം വരുംകാൽ അതനെ മികൾ കാണും കേടു തകരുക. പവർസ് കുരൽ 860. അവസാനം കവി പറയുന്നു, ഒരുവനുക്ക് ഇകലാൽ പിൻപമാനോ എല്ലാം ഉണ്ടാകും, അവർക്ക് മാറാനും നൽകാൽ നല്ല നീതിയായ പെരുമിത നില ഉണ്ടാകും. ഇകലാനാം ഇന്നാതെ എല്ലാം നകലാനാം നന്നയം പെരുക്കി. പറയട്ടെ? പറയൂ സർ. ഈഗലാൻ ക്രോധം ഒന്നിനാൽ മാത്രം ഇന്നാതവെല്ലാം ദുരിതങ്ങളെല്ലാം വന്നു ഭവിക്കുന്നു. നകലാൻ നല്ല സൗഹൃദ നിമിത്തം നന്നയമെന്നും നല്ല നല്ല അനുഭവങ്ങളുടേതായ പെരുക്ക് സമ്പത്ത് ഉണ്ടായിത്തീരുന്നു. അതായത് ക്രോധം ഒന്നിനാൽ മാത്രം ദുരിതങ്ങളെല്ലാം വന്നു ഭവിക്കുന്നു. അതേസമയം നല്ല സൗഹൃദ നിമിത്തം നല്ല നല്ല അനുഭവങ്ങളുടേതായ സമ്പത്ത് ഉണ്ടാക്കിയിരുന്നു. ഓവർ. ഇന്നത്തെ ഖുറൽ പഠനത്തിൽ ഏറ്റവും അവസാനമായി വരുന്ന പാഠം ഖുറൽ 860. ഇകലാനാം ഇന്നാദ എല്ലാം നകലാനാം നൻ നയം എന്നും ചെരുക്കൂ. ക്രോധത്താൽ ദുരിതങ്ങളെല്ലാം മഹൈശ്വര്യമേറുന്നു സ്നേഹഭാവത്താൽ. കോപം മൂലമാണ് എല്ലാത്തരം നാശങ്ങളും സംഭവിക്കുന്നത്. സൗഹാർദ്ദം മൂലമാണ് എല്ലാത്തരം അനുഗ്രഹങ്ങളും ലഭിക്കുന്നത്. പകയാൽ പല രൂപത്തിൽ ദുഃഖം വന്നു ഭവിച്ചിടും, സ്നേഹഭാവത്തിനാൽ വന്നു ചേരുന്നു സർവമംഗളം. വളരെ ശുഭ പര്യവസായിയായിട്ടുള്ള ഒരു പാട്ടോടെയാണ് 10ാമത്തെ ആ ഖുറൽ അല്ലെങ്കിൽ 860ാമത്തെ ഖുറൽ അവസാനിക്കുന്നത്. ഉപസംഹരിക്കുമ്പോൾ വിയോജിപ്പുകൾ ആസ്വദിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടും ദുരിതവുമുണ്ട്. ചില ആളുകൾ ഈ വഴക്ക് വിലക്ക് വാങ്ങിക്കുക എന്ന് പറയില്ലേ, വാക്കുകൾ കൊണ്ട് വർത്താനം പറഞ്ഞ് ഒക്കെ ആളുകളെ എതിരാക്കുന്ന ആളുകൾ. ഇങ്ങനെ ഉള്ളവർ നമ്മൾ ആത്യന്തികമായി അവരെ സസൂക്ഷ്മം വീക്ഷിക്കാവുന്നുണ്ടെങ്കിൽ കഷ്ടപ്പാടും ദുരിതവുമാണ് അവരെ കാത്തിരിക്കുന്നത്. നാവിന്റെ ഉപയോഗമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തരുണത്തിൽ. ഭിന്നത നിറഞ്ഞ വക്രബുദ്ധികളായ മനസ്സുകൾ അതീന്ദ്രിയമായ സത്യം ഒരിക്കലും കാണില്ല. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഒരുപക്ഷെ ഇനിയും കാണാൻ പോകുന്ന ദിവസങ്ങളും തെരഞ്ഞെടുപ്പ് വരെയും ഈ ഒരു സംഗതി നമുക്ക് കാണുവാൻ സാധിക്കും. ഭിന്നതയും വക്രബുദ്ധിയും വല്ലാതെ പണം വിരിച്ചാടുന്നത് കാണുവാൻ സാധിക്കും. ഇവിടെ സത്യത്തിനൊന്നും അല്ല. നമ്മൾ ഈ വൈകിട്ടത്തെയൊക്കെ
അന്തിച്ചർച്ച എങ്ങാനും അറിയാതെ കണ്ടുപോയാൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വളച്ചൊടിക്കുന്നതെന്നും എങ്ങനെയാണ് നമുക്ക് ഒരു കാര്യം ഇതുപോലെ പറയാൻ പറ്റുന്നതെന്നും ഒക്കെ തോന്നിപ്പോകുന്ന സന്ദർഭങ്ങൾ. അഭിപ്രായ വ്യത്യാസത്തിനെതിരെ നിലകൊള്ളുന്നത് വിലപ്പെട്ടതാണ്. എന്നാൽ അത് അടിഞ്ഞുകൂടാൻ അനുവദിക്കുന്നത് ദോഷം ക്ഷണിച്ചു വരുത്തുന്നു. അഭിപ്രായ വ്യത്യാസം അഭിപ്രായം പറയാം, പക്ഷെ അത് ദീർഘകാലം, അല്ലെങ്കിൽ ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞും അത് പിന്നെയും പിന്നെയും പുറത്തേക്ക് തികട്ടി വരുന്നുവെങ്കിൽ അത് അപകടം പിടിച്ചതാണ്. ഇഷ്ടമക്കേട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് എന്നു മുതലുള്ള കഥകളൊക്കെ ഓരോരുത്തരും പറയും. അതിന് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നും പലപ്പോഴും വ്യത്യാസമൊന്നുമില്ല. ഓർമ്മ കൂടുതൽ ചിലർക്ക് ഉണ്ട് എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ടെങ്കിൽ അതിനേക്കാൾ ഇതെല്ലാവരിലും ഒക്കെ തന്നെ കാണപ്പെടുന്ന സംഗതിയാണ്. ഒരു ഗുണമുണ്ടാകുമ്പോൾ അഭിപ്രായ വ്യത്യാസം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. എന്നാൽ അത് ദോഷകരമാകുമ്പോൾ അതെല്ലാം വലിയ പ്രശ്നമായും തോന്നുകയാണ്. എല്ലാ ദുരിതങ്ങളും അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. വലിയ സമ്പത്ത്, എല്ലാവർക്കും നല്ല പ്രവർത്തികളും സന്തോഷവും സൗഹാർദ്ദപരമായ പുഞ്ചിരിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എല്ലാ മഹത്വവും ഉണ്ടാവും, എല്ലാ നന്മകളും ഉണ്ടാവും. പക്ഷേ ഒരു ചിരിയുടെ അകമ്പടിയോടെ നമ്മളെ ഇപ്പം തകർത്ത് കളയുമെന്ന് പറയുന്ന ആളിന്റെ മുമ്പിലേക്കും വളരെ ആ തരത്തിലുള്ള ഒരു മനോഭാവത്തിൽ ഇറങ്ങിച്ചെന്നാൽ അത് വളരെ ശുഭ പര്യവസായിയായിരിക്കും മാറും. ആനുഷംഗികമായി ഞാനൊന്ന് പറയട്ടെ, ഇന്ന് ഈ കോട്ടയത്തിനടുത്ത് നടന്ന ആളിനെ ഒന്നും ഞാനിപ്പോ പറയുന്നില്ല, നടന്ന ഒരു സമരമുണ്ട്. ആ സമരം ആർക്കെതിരെയാണോ ചെയ്തത് ആ വ്യക്തി സമരക്കാരുടെ ഇടയിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്നിട്ട് കുശലാന്വേഷണം നടത്തുകയും എന്താടാവേ പ്രശ്നം എന്താണ് എന്നും പറഞ്ഞുകൊണ്ട് ചെല്ലുകയും ചെയ്യുന്ന ഒരു പോസ്റ്റ് ഞാനിപ്പം ഒരല്പം മുമ്പ് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കാണുകയുണ്ടായി. വാസ്തവത്തിൽ ആ സമരം തന്നെ അതിന്റെ ദിശ മാറിപ്പോയി. സമരക്കാര് വളരെ സൗഹാർദ്ദപരമായി, അത് കഴിഞ്ഞാണ് അക്കിടി പറ്റിയത് മനസ്സിലായത്. ഇത് നാളെ ലോകര് മുഴുവൻ അറിയുമല്ലോ. പിന്നീട് പിരിച്ചുപോയ അതിലെ ആളുകൾ തന്നെ പലതും പറഞ്ഞു കഴിഞ്ഞപ്പോ, പിരിഞ്ഞു പോയപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുമെന്ന നേതാവ് വീണ്ടും ഒരു പ്രസംഗം കൂടെ നടത്തി. ഇത് ഞങ്ങളെ കരുതിക്കൂട്ടി ഞങ്ങളൊരു അക്രമം എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അതിലൂടെ മുതലെടുക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്, ചിരിച്ചുകൊണ്ട് വന്നത്, ഞങ്ങളെയൊക്കെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞ് അതിന്റെ വേറൊരു ഭാഗം പറഞ്ഞാണ് ആ മീറ്റിംഗ് അവസാനിക്കുന്നത്. ഞാന് ആനുഷംഗികമായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുഞ്ചിരി അല്ലെങ്കിൽ സൗമ്യഭാവം, പക്ഷെ ഇതൊന്നും എല്ലാ സമരമുഖത്തൊന്നും ഇന്ന് വിലപ്പോകത്തൊന്നും ഇല്ല. കാരണം പലതരം ആളുകളുടെ ഇടയിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. എന്താ സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് കണ്ട ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിൽ ക്രോധത്തെ വീട്ടിൽ നിന്നാണേലും നാട്ടിൽ നിന്നാണേലും രാഷ്ട്രീയത്തിൽ നിന്നാണേലും വ്യക്തിസ്പർദ്ധയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതെല്ലാം ഒഴിവാക്കിയാൽ നന്നായിരിക്കുമെന്നാണ് ഇന്നത്തെ ഈ ഖുറൽ നമ്മെ പഠിപ്പിക്കുന്നത്. തിരുവള്ളുവര് 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് രാജാക്കന്മാരോടും പറയുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പോ ഇതിന് പ്രസക്തിയുണ്ട് പൊതുരംഗത്തും എന്നുള്ളതിന് സൂചനയാണ് ഈ ഖുറല് നൽകുന്നത്.
എന്തായാലും നമുക്ക് പരിശ്രമിക്കാം. ഏതായാലും ഈ ഒരു അറിവ് നമുക്കും ഗുണകരമാണ്. നന്മയുണ്ടാകട്ടെ എല്ലാവർക്കും. ഇന്ന് നമ്മുടെ പതിവ് വഴിമാറ്റക്കാര് പലരും ഇല്ല. എങ്കിലും നമ്മുടെ പരിപാടി നമ്മൾ മുന്നോട്ട് നന്നായി തന്നെ കൊണ്ടുപോയി. അതിന് സഹായിച്ച പ്രിയപ്പെട്ട നയനാർ സാർ, ഉലകന്നാൻ സാർ, ജോർജ് സാർ, സാബു സാർ, എല്ലാവരെയും പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കുന്നു. എൻ്റെ ഭാഷയിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇത് കേൾക്കുവാനായിട്ട് വന്നെത്തിയിട്ടുള്ള മറ്റ് എല്ലാവരെയും പ്രത്യേകം നന്ദിയോടെ ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇംഗ്ലീഷ് പരിഭാഷയ്ക്കായി മൈക്ക് കൈമാറുന്നു. താങ്ക് യു. ഓവർ. All sorts of destruction occur due to the quality of anger. By cordiality, all sorts of boons come. Igalanam innada ellam nagalanam nan nayam ennum cheruppu. Over, sir. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. സോ മോഹൻദാസ് സാർ, അടുത്ത ആഴ്ച എങ്ങനെയാണ്? 87 ഈ പക, വിദ്വേഷം, ക്രോധമൊക്കെ ഉണ്ടായി കഴിയുമ്പം തീർച്ചയായിട്ടും ശത്രുത ഉണ്ടാവും, ശത്രുക്കളുണ്ടാവും. ആ ശത്രുവ അല്ലെങ്കിൽ ശത്രുവിനെ മഹാത്മ്യം അല്ലെങ്കിൽ മഹത്വവും അറിഞ്ഞു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതിനെ കുറിച്ചാണ് അടുത്ത ചാപ്റ്ററിൽ പറയുന്നത്. അറിവില്ലായ്മ മുതലായ ന്യൂനതകൾ കൊണ്ട് ക്രോധത്തെ ശക്തമാക്കിയാൽ അത് ശത്രുതയായി. എങ്ങനെ നോക്കിയാലും രാജാക്കന്മാർക്ക് ശത്രുത പാടെ ഒഴിവാക്കാവുന്നതല്ലോ. അത് ഭരണപാടവത്തിന്റെ കൂടെയുള്ള ഒന്നാണ് താനും. ആ നിലയ്ക്ക് പൊതുവെ അംഗീകാരമല്ലാത്ത ശത്രുതയെ ഇവിടെ വാഴ്ത്തി പറയുന്നു. ശത്രുത അല്ലെങ്കിൽ ശത്രു മഹാത്മ്യം അല്ലെങ്കിൽ ഗ്രേറ്റ്നെസ് ഓഫ് എനിമി, അതിനെയും നമ്മൾ അറിയണം. ആ ശത്രുത ഏത് തരത്തിലുള്ളതാണെന്ന് അറിഞ്ഞു വേണം മുന്നോട്ട് ജീവിക്കാൻ എന്ന് അടുത്തതിലേക്ക് പറയുന്നുണ്ട്. ചാപ്റ്റർ 87. 4. ഇന്ന് ഇത് പങ്കെടുത്ത കുറച്ചുപേരെ ഉള്ളു. കാരണം അവര് നമ്മുടെ മലയാളത്തിലേക്ക് വരുന്ന ഉഷ മാഡം, ഷീല മാം, ഇവർ രണ്ടുപേർക്കും വേറെ ക്ലാസ്സുകൾ പോകുന്നുണ്ട്. അവരൊരു തമിഴിലൊരു ക്ലാസ്സിലേക്ക് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് വരാൻ. ഓൺലൈൻ ക്ലാസ്സാണ്. പിന്നെ ഗോപന ടീച്ചറും ഇന്ന് ഇല്ലായിരുന്നു. അങ്ങനെ 3 ശാന്തി മാഡത്തിനും പാലക്കാടിലേക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കോളേജിന്റെ ഇതിലായിട്ടുള്ള. അങ്ങനെ അവർ 4 പേരും ഇല്ലാത്തത് കാരണം ഞാൻ ആ റോളും കൂടി എടുക്കേണ്ടത്. എന്നാലും സന്തോഷമുണ്ട്. നമ്മൾ മുടങ്ങാതെ നമുക്ക് കൊണ്ടുപോകാൻ